നമ്മുടെ സ്വന്തം നാട്ടില് അതും നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു കേന്ദ്ര സർക്കാർ ജോലി എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പൊ ബാങ്ക് ജോലികളെ പറ്റിയിട്ട് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവും. ഇപ്പോ പൊതുവെ നമ്മൾ കേൾക്കാറുള്ള ബാങ്കുകളാണ് കാനറ ബാങ്ക്, അതുപോലെ ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, അങ്ങനെ ഒത്തിരി ബാങ്കുകൾ നമുക്ക് നിലവിലുള്ളതാണ്. അപ്പോൾ ഈ ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ IBPS ആണ് കണ്ടക്ട് ചെയ്യുന്നത്. IBPS എന്ന് പറയുമ്പോഴത്തേക്കും ഈ ബാങ്ക് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ പൊതുവേ കേട്ടിരിക്കുന്ന ഒരു ബാങ്ക് ആയിരിക്കും കേരള ഗ്രാമീൺ ബാങ്ക്. അപ്പം കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഒരു ബാങ്കിന്റെ ബോർഡ് കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാറുണ്ടല്ലേ, ഈ ഒരു ബാങ്കിലേക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഒക്കെ വരിക, എങ്ങനെയായിരിക്കും നമുക്ക് ഇതിനകത്ത് ഒരു ഓഫീസർ അല്ലെങ്കിൽ ഒരു ക്ലർക്ക് പോസ്റ്റിലേക്ക് കയറാൻ പറ്റുക എന്നുള്ളത് അല്ലെ. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IBPS RRB 2026 റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ്. അപ്പോ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇപ്പൊ സാധാരണ നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകളായ കാനറ ബാങ്ക് ആയിരുന്നാലും, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആയിരുന്നാലും, അതുപോലെ എന്താണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയിരുന്നാലും കണ്ടക്ട് ചെയ്യുന്ന ഒരു ബോഡിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, IBPS എന്ന് പറയുന്നത്. അപ്പം ഈ IBPS തന്നെയാണ് കേരള ഗ്രാമീൺ ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അത് IBPS RRB എക്സാംസ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതായത് റീജിയണൽ റൂറൽ ബാങ്കുകളാണ്. ഓക്കെ. അപ്പോ ഇവിടെ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് വഴി നമുക്ക് പോസ്റ്റിംഗ് ആവുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്, അതായത് ക്ലർക്ക് പോസ്റ്റുകളും. പിന്നെ ഒന്ന് ഓഫീസർ സ്കെയിൽ പോസ്റ്റുകളാണ്. ഓഫീസർ സ്കെയിൽ 1 എന്ന് പറയുന്നത് പ്രൊബേഷണറി ഓഫീസേഴ്സ്, അതായത് ഓഫീസർ ലെവലിലേക്ക് അസിസ്റ്റന്റ് മാനേജറിലേക്കോ ജനറൽ മാനേജറിലേക്കോ ഒക്കെ പോകാനുള്ള ആദ്യ പടിയാണ് നമ്മുടെ പ്രൊബേഷണറി ഓഫീസർ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു PO ലെവലിലേക്കുള്ള റിക്രൂട്ട്മെന്റ്, അത് കഴിയുമ്പോൾ സീനിയർ മാനേജ്മെന്റ്, പിന്നെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, അങ്ങനെയുള്ള റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെയാണ് IBPS കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ IBPS RRB എന്ന് പറയുന്ന എക്സാം നമ്മൾ എഴുതുമ്പോഴാണ് കേരള ഗ്രാമീൺ ബാങ്കുകളിലേക്കുള്ള എന്താണ് ബാങ്കുകളിലേക്ക് നമുക്ക് കയറാൻ സാധിക്കുക. അപ്പോ ഈ വർഷത്തെ 2026 കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ IBPSന്റെ കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു. കലണ്ടർ പ്രകാരമാണെങ്കിൽ നമ്മുടെ IBPS RRB എക്സാം എന്താണ് POയുടെ എക്സാം നടക്കുന്നത്, അതായത് ഓഫീസർ സ്കെയിൽ 1ന്റെ എക്സാം നടക്കുന്നത് നവംബർ മാസത്തിലാണ്. 21, 22 ഡേറ്റുകളാണെന്നുള്ള കാര്യം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ മെയിൻസ് എക്സാം നടക്കുന്നത് ഡിസംബർ 20-നാണെന്നും പറയുന്നുണ്ട്. ഇനി ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കാണ് എന്നുണ്ടെങ്കിൽ ഡിസംബറിലായിരിക്കും റിക്രൂട്ട്മെന്റ് മീൻസ് നമ്മുടെ എക്സാം നടക്കുക. 6, 12, 13 എന്നീ തീയതികളിലും. പിന്നെ ഓഫീസ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം വരുന്നത് ജനുവരി 30-നുമാണ്. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് ഏകദേശം ഒരു എപ്പോഴാണോ നമുക്ക് എക്സാം, ആ ഒരു എക്സാം മന്തിന് 1.5 മന്ത്സിന് മുന്നേ ആയിരിക്കും നമുക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈം, അതായത് ഇപ്പൊ നമുക്ക് 2026 ഫെബ്രുവരി ആയിട്ടേ ഉള്ളൂ അല്ലെ. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ എന്താണ് ഈ ഒരു എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് എന്താണ് ടൈം നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. നമുക്ക് എക്സാം വരുന്നത് എപ്പോഴാണ്? നവംബർ മാസത്തിലാണ്. അപ്പം ഏകദേശം നല്ലൊരു ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലെ, നമുക്ക് പഠിച്ച് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാണ്ട്, ഇതിപ്പോ ബാങ്കിന്റെ കലണ്ടർ ആണ് ഞാൻ പറഞ്ഞത്. ഇത് കൂടാണ്ട് നമുക്ക് SSCയുടെ കലണ്ടർ വന്നിട്ടുണ്ട്, അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. ഇപ്പം പറയുകയാണെങ്കിൽ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഡിഫറെന്റ് ഓർഗനൈസേഷൻസിലൊക്കെ മിനിസ്ട്രീസിന് അണ്ടറിലൊക്കെ വരുന്ന പോസ്റ്റുകളുണ്ട്. ഇപ്പോ ഓഡിറ്ററിന്റെ പോസ്റ്റ് ഉണ്ട്. അങ്ങനെ വരുന്ന പോസ്റ്റുകളിലേക്ക് എന്താണ് കയറാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അത് CGL പോസ്റ്റുകളാണ് വരുന്നത്. പിന്നെ വരുന്നത് CHSL പോസ്റ്റുകളാണ്, ഹയർ സെക്കൻഡറി ലെവലിൽ വരുന്നത്. പിന്നെ MTS മൾട്ടി ടാസ്കിംഗ് വരുന്നതും ഒക്കെ ഉള്ളതാണ് SSC കലണ്ടറിനകത്ത്. ആ ഒരു എന്താണ് ഡേറ്റും കാര്യങ്ങളും എക്സാം എപ്പോഴൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് റെയിൽവേ എക്സാംസിന്റെ കാര്യങ്ങളും നമുക്ക് എന്താണ് കലണ്ടർ കാര്യങ്ങളൊക്കെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങള് എന്താണ് ഈ കലണ്ടർ ഔട്ടായ കാര്യങ്ങളും, അതുപോലെ തന്നെ ഏത് മന്തിലാണ് എക്സാം നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് നവംബർ മാസത്തിലായിരിക്കും നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഓഫീസർ നമ്മുടെ IBPS RRBയുടെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമുക്കിനി IBPS RRB എന്താണ് എന്നുള്ളത് വളരെ നീറ്റായിട്ട് തന്നെ അത് നോക്കാം. ആദ്യം IBPS RRBയിലെ ഒരു ഓഫീസർ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് പോസ്റ്റ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ
നമുക്ക് രണ്ട് കാര്യങ്ങൾ എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം. ഒന്ന്, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ ഏജ് ലിമിറ്റ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ആദ്യം ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഏജ് ലിമിറ്റിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഏജ് ലിമിറ്റില് നമ്മുടെ അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കാണെങ്കിൽ ബിറ്റ്വീൻ 18 to 28 ആണ്. 18 വയസ്സിനും 28 വയസ്സിനും ഉള്ളിലായിരിക്കണം. അതായത് 18 to 28 വയസ്സ് വരെ ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി ഓഫീസർ സ്കെയിൽ 1 പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അസിസ്റ്റന്റ് മാനേജർ ആണ്. അത് വരുമ്പോഴത്തേക്കും 18നും 30 വയസ്സിനും ഇടയ്ക്കാണ്. അതും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഓഫീസർ സ്കെയിൽ 2 എന്ന് പറഞ്ഞാൽ മാനേജർ പോസ്റ്റ് ആണ്. 21നും 32 വയസ്സിനുള്ളവർക്ക് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഓഫീസർ സ്കെയിൽ 3 എന്ന് പറഞ്ഞ സീനിയർ മാനേജർ പോസ്റ്റ് ആണ്. അത് 21 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ ആണ് ആ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുക. ഇതിൽ ഓഫീസർ സ്കെയിൽ 2ഉം ഓഫീസർ സ്കെയിൽ 3 എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് റിക്വയർഡ് ആയിട്ടുള്ള ഒരു 2 പോസ്റ്റുകളാണ്. എക്സ്പീരിയൻസ് ഒന്നും വേണ്ടാത്ത 2 പോസ്റ്റുകളാണ്. ഒന്ന് ഓഫീസ് അസിസ്റ്റന്റ്, അതായത് നമ്മുടെ ക്ലർക്ക് ലെവൽ പോസ്റ്റും, പിന്നെ നമ്മുടെ ഓഫീസർ പോസ്റ്റായ സ്കെയിൽ 1 പോസ്റ്റും. ഓക്കെ, ഇതാണ് നമുക്ക് ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ വരിക. ഇനി നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഇപ്പം നമ്മുടെ ബാങ്ക് എക്സാംസ് നിങ്ങൾ ഏതെടുത്തു കഴിഞ്ഞാലും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക. കൂടാണ്ട് നമ്മളിപ്പോ അപ്ലൈ ചെയ്യുന്ന എന്താണ് ഇപ്പോ കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഇതിൽ ഏതിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ തമിഴ്നാടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ LPT ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് പ്രൊഫിഷ്യൻസി, അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ അത് അറിഞ്ഞിരിക്കാം. പിന്നെ നമുക്ക് ഡിസൈറബിൾ ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നോളജ് നമ്മൾ ഉണ്ടായിരിക്കണം. വർക്കിംഗ് നോളജ് ആണ്, കമ്പ്യൂട്ടറിലെ വർക്കിംഗ് നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കാം. അതിൽ മെയിൻ ആയിട്ടും വരുന്നത് അവർ നോക്കുന്നത് ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് നമുക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ലോക്കൽ ലാംഗ്വേജിലെ പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കാം. പിന്നെ നമുക്ക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് നമ്മുടെ ഓഫീസർ സ്കെയിൽ 1ന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്, 2ന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് ഓഫീസർ സ്കെയിൽ 1ന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഈ പറയുന്ന ഓഫീസ് അസിസ്റ്റന്റ്. അതുപോലെ തന്നെയാണ് ഓഫീസർ സ്കെയിൽ 1 വരുമ്പോൾ, അതായത് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് വരുമ്പോൾ അവിടെയും ഇനി ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്ക് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ഏത് ഡിസിപ്ലിനിലായാലും പ്രശ്നമില്ല, ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫീസർ സ്കെയിൽ 1 പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി പ്രിഫറൻസ് കൂടുതലും ഇപ്പോ നിങ്ങളൊരു അഗ്രികൾച്ചർ സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറോ ഫോറസ്ട്രി എടുത്തിട്ടുള്ളവരോ ആനിമൽ ഹസ്ബൻഡറി എടുത്തിട്ടുള്ളവരോ, അല്ലെങ്കിൽ ഇപ്പോൾ വെറ്ററിനറി സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫിസിക്കൾച്ചർ, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്, അതുപോലെ കോർപ്പറേഷൻ, പിന്നെ കോപ്പറേഷൻ, പിന്നെ നമുക്ക് വരുമ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി, മാനേജ്മെന്റ്, ലോ, ഇക്കണോമിക്സ്, അക്കൗണ്ടൻസി. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിഗ്രിയിലൊക്കെ പ്രൊഫിഷ്യൻസി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൂടുതലും എന്തായിരിക്കും ആ ഒരു ഡിഗ്രിക്ക് പ്രിഫറൻസ് കൊടുക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം അവിടെ മെയിൻ ആയിട്ടും പറയുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അവർ ചെക്ക് ചെയ്യും, ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം ഇതൊരു ലോക്കൽ ബാങ്ക് ആണ്. നമുക്ക് കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റൂറൽ ബാങ്ക് എന്ന് പറയുമ്പോൾ ഒരു റൂറൽ ഏരിയ കേന്ദ്രീകരിച്ച് വരുന്ന ഒരു ബാങ്കാണ്. അപ്പം നമുക്ക് അവിടെ കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക. അപ്പം നമുക്ക് അവിടുത്തെ ലാംഗ്വേജ് നമുക്ക് വളരെ നീറ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ നോളജ്, വർക്കിംഗ് കമ്പ്യൂട്ടർ നോളജ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അതും നമ്മൾ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഓഫീസർ സ്കെയിൽ 1 വരുമ്പോഴുള്ള ക്വാളിഫിക്കേഷൻ. ഇനി ഓഫീസർ സ്കെയിൽ 2ഉം 3ഉം ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്താണ് പോസ്റ്റുകളാണ്. അതിലിപ്പോ ഓഫീസർ സ്കെയിൽ 2 ആണെങ്കിൽ നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി, അതായത് ജനറൽ ബാങ്കിങ് ഓഫീസറാണ്, മാനേജർ പോസ്റ്റ് ആണ്. ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അത് 50% മാർക്സ് മിനിമം അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ ഹോർട്ടിക്കൾച്ചറിലോ അഗ്രികൾച്ചറിലോ മാർക്കറ്റിംഗിലോ ബാങ്കിങ്ങിലോ ഫിനാൻസിലോ ഇങ്ങനെ വരുന്ന ഡിഗ്രിയിലൊക്കെ നിങ്ങൾക്ക് ഡിഗ്രിയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു പ്രിഫറൻസ് അവിടെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും ഇതിനകത്ത് വരുന്ന എക്സ്പീരിയൻസ് ആണ്. ഒരു ബാങ്കിൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 2 വർഷത്തെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക. ഇനി സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിൽ നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ഓഫീസേഴ്സ് വരുന്നുണ്ട്.
അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ കമ്പ്യൂട്ടർ സയൻസിൽ, IT ഒക്കെ 50% അഗ്രിഗേറ്റ്, മിനിമം 50% അഗ്രിഗേറ്റ് ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന IT ഓഫീസർ പോസ്റ്റിലേക്ക് കൊടുക്കാൻ പറ്റും. അവിടെയും ഒരു റെലവന്റ് ഫീൽഡിൽ നമുക്ക്, അതായത് നമുക്ക് ബാങ്കിങ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഇപ്പൊ പറയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആണല്ലോ, അപ്പൊ അതിന്റെ ആ ഒരു റെലവന്റ് ഫീൽഡിൽ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷനും പറയുന്നുണ്ട്. C++ഓ ജാവയോ അതുപോലെ PHP ASP.O ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതൊരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ടും പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന തന്നെ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് ആണ് ഇതൊക്കെ. ഇതില് നമുക്ക് നെക്സ്റ്റ് വരുന്നത് ലോ ഓഫീസർ ആണ്. ലോ ഓഫീസർ വരുമ്പോ നമുക്ക് നമ്മുടെ ഡിഗ്രി ഉണ്ടല്ലോ, ലോയിൽ ഡിഗ്രി ഉണ്ടല്ലോ, അപ്പൊ അതില് നിങ്ങൾക്ക് 50% മിനിമം മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു ലോ ഓഫീസർ ആയിട്ട് ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ലോ ഓഫീസർ ആയിട്ട് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിട്ട് നിങ്ങൾക്ക് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ലോ ഓഫീസർ പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി ട്രഷറി മാനേജർ ഉണ്ട്. MBA അല്ലെങ്കിൽ ഇപ്പൊ ഒരു ചാർട്ടേർഡ് അക്കൗണ്ടന്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, MBA ഫിനാൻസ് ആണ് കേട്ടോ, അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം ട്രഷറി മാനേജറിൽ. അതുപോലെ ആ റെലവന്റ് ഫീൽഡിൽ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് ഓഫീസർ ആണ്. അതായത് MBA ഇൻ മാർക്കറ്റിംഗിൽ ഡിഗ്രി ഉള്ളവർക്കും അതുപോലെ തന്നെ ആ ഒരു ഫീൽഡിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാർക്കറ്റിംഗ് ഓഫീസർ കൊടുക്കാം. അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറയുമ്പോൾ ഇപ്പം അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഡയറി, അനിമൽ ഹസ്ബൻഡറി, അതുപോലെ ഫോറസ്ട്രി, വെറ്റിനറി സയൻസ്, അപ്പൊ ഇതിലൊക്കെ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി 50% കുറയാണ്ട് ഒരു അഗ്രിഗേറ്റ് ഉണ്ട്. 2 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ആ റെലവന്റ് ഫീൽഡിൽ ഉണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ ഓഫീസർ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി ഓഫീസർ സ്കെയിൽ 3 എന്ന് പറയുന്നത് സീനിയർ മാനേജർ ആണ്. അവിടെയും പറയുന്നത് ഈ സെയിം തന്നെയാണ്, ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്, മിനിമം 50% അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ പ്രിഫറൻസ് കൊടുക്കുന്ന ഡിഗ്രികൾ കൊടുത്തിട്ടുണ്ട്, ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കൊടുത്തിട്ടുണ്ട്. ബാങ്കിങ്ങോ ഫിനാൻസിങ് അതല്ലെങ്കിൽ മാർക്കറ്റിങ്ങോ അഗ്രികൾച്ചറോ ഹോർട്ടിക്കൾച്ചറോ നേരത്തെ പറഞ്ഞ പോലെ ആ പറയുന്ന ഡിഗ്രിയിലൊക്കെ ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് ഒരു പ്രിഫറൻസ് അവിടെ കിട്ടിയിരിക്കും. ഇനി ഇവിടെ പറയുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ബാങ്കിങ് ഓഫീസർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഓഫീസർ ആയിട്ട് മിനിമം 5 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് കൊടുക്കാൻ പറ്റുക. അപ്പൊ നമുക്ക് ഇപ്പോ എന്താണ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന 2 പോസ്റ്റുകൾ നമ്മൾ ആദ്യം പറഞ്ഞ പോസ്റ്റുകളാണ്. ഒന്ന് ഓഫീസർ സ്കെയില് അസിസ്റ്റന്റ് പോസ്റ്റും, ഓഫീസ് സ്കെയിൽ ഫസ്റ്റും, അതായത് സ്കെയിൽ 1ഉം അതുപോലെ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റുമാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക. ഓക്കെ, അപ്പൊ ഈ 2 പോസ്റ്റുകളാണ് നമുക്ക് ഡിഗ്രി കഴിഞ്ഞാൽ ഉടനെ അല്ലെങ്കിൽ ഇപ്പം അതായത് ഒരു മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ഇനി അതിൽ നമുക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമായിട്ടില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് ആണ്. എങ്ങനെയാണ് നമുക്ക് ഇതിനകത്തിലേക്കുള്ള ആ ഒരു സെലക്ഷൻ പ്രോസസ്, നമ്മൾ റിക്രൂട്ടിംഗ് പ്രോസസ് നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സിൽ നമുക്ക് 2 എക്സാംസ് ആണ് വരുന്നത്. ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിനാണെങ്കിൽ 2 എക്സാംസ് വരും. ഒന്ന് പ്രിലിംസ് എക്സാമും ഒന്ന് മെയിൻസ് എക്സാമും. ഓഫീസർ പോസ്റ്റുകളിലേക്കാണെങ്കിൽ നമുക്ക് പ്രിലിംസ് എക്സാം വരും, മെയിൻസ് എക്സാം വരും, ഇന്റർവ്യൂ വരും. അപ്പൊ ഈ 3 കടമ്പകൾ കടന്നിട്ടാണ് നമ്മൾ പോസ്റ്റിംഗിലേക്ക് പോവാം. അപ്പോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം RRB PO അല്ലെങ്കിൽ ക്ലർക്ക് പ്രിലിംസിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അവിടെ 2 സബ്ജക്റ്റുകളാണ് വരുന്നത്, റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും. ഓരോന്നും 40 ക്വസ്റ്റ്യൻസ് വീതം വെച്ചിട്ട് 40 മാർക്കാണ്. 20ഉം 25ഉം 20 മിനിറ്റും ആണ് അവിടുത്തെ ആ ഒരു ടൈമിംഗ് വരിക. റീസണിങ് 25 മിനിറ്റും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 20 മിനിറ്റും. അങ്ങനെ ടോട്ടൽ 80 ക്വസ്റ്റ്യൻ, 80 മാർക്ക്, 45 മിനിറ്റ് ആണ്. അപ്പൊ ഇവിടെ ഇംഗ്ലീഷിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, ഇനി ഇത് POയ്ക്കായിരുന്നാലും അതുപോലെ ക്ലർക്കിനായിരുന്നാലും ഇത് തന്നെയാണ് നമുക്ക് ആ ഒരു പ്രിലിംസിന്റെ പാറ്റേൺ വരുന്നത്. ഇനി POയുടെ മെയിൻസിൽ വരുമ്പോൾ നമുക്ക് 5 സബ്ജക്റ്റിൽ വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും നമുക്കുണ്ട്. പിന്നെ നമുക്ക് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ബാങ്കിങ് അവയർനെസ് ഇത് നമുക്ക് അവിടെ ചോദിക്കാം. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അവിടെ നമുക്ക് ആവശ്യമാണ്. പിന്നെ കമ്പ്യൂട്ടർ നോളജും ആവശ്യമാണ്. അപ്പോൾ റീസണിങ് ആണെങ്കിൽ 40 ക്വസ്റ്റ്യൻ 50 മാർക്ക്, ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ 40 ക്വസ്റ്റ്യൻ 50 മാർക്ക്, അവയർനെസ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, നെക്സ്റ്റ് ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, കമ്പ്യൂട്ടർ നോളജ് 40 ക്വസ്റ്റ്യൻ 20 മാർക്ക്. അങ്ങനെ ഓരോന്നിന്റെയും ഡ്യൂറേഷൻ നമുക്ക് അവിടെ പറയുന്നുണ്ട്. അപ്പം ഇതാണ് PO മെയിൻസിന്. അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് 200 മാർക്ക് 120 മിനിറ്റ് ആണ്. അതായത് 2 മണിക്കൂറാണ് നമുക്ക് അവിടെ എക്സാം വരിക. ഇതാണ് PO മെയിൻസിന്റെ സ്ട്രക്ചർ. ഇതേ സ്ട്രക്ചർ തന്നെയാണ് നമ്മുടെ ക്ലർക്ക് മെയിൻസ് വരുമ്പോഴും. സെയിം പേപ്പർ ഒക്കെ തന്നെയാണ് അല്ലെങ്കിൽ സെയിം സെക്ഷൻസ് തന്നെയാണ് നമ്മൾ അവിടെ കവർ ചെയ്യേണ്ടത്. അതായത് റീസണിങ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്. കണ്ടോ,
അവിടെയും ആ സെയിം രീതിക്ക് തന്നെയാണ് മാർക്കിംഗ് ഡിവിഷനും കാര്യങ്ങളൊക്കെ വരിക. 200 ക്വസ്റ്റ്യൻസ് 200 മാർക്ക് സെയിം പോലെ തന്നെയാണ് അവിടെയും വരുന്നത്. അപ്പോൾ ഇതില് ആ ഒരു ക്വസ്റ്റ്യൻ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ക്ലർക്ക് എന്ന് പറയുമ്പോൾ ക്ലർക്ക് ലെവലിലുള്ള ഒരു മെയിൻസ് ക്വസ്റ്റ്യന്, PO എന്ന് പറയുമ്പം കുറച്ചും കൂടി ഒന്ന് എന്താണ് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് POയിൽ ചോദിക്കുക. അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു മോഡറേറ്റ് ലെവൽ അല്ലെങ്കിൽ മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവൽ ചോദ്യങ്ങളായിരിക്കും അവിടെ വരുന്നത്. അപ്പം ആ ക്വസ്റ്റ്യൻ ക്വാളിറ്റിയിലാണ് ഒരു വ്യത്യാസം വരിക. ബാക്കിയെല്ലാം സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓഫീസ് സ്കെയിൽ 2ന്റെ ആണ്. അതിലും നമ്മൾ ഈ പറഞ്ഞ സെയിം സംഭവം, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഈ പറയുന്ന 5 എന്താണ് എക്സാംസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഇവിടെ നമുക്ക് ആകെ ഒരു പരീക്ഷയാണ് വരിക. 5 സെക്ഷൻസ് ആണ് നമുക്ക് അവിടെയും വരുന്നത്. റീസണിങ്ങും ആപ്റ്റിറ്റ്യൂഡും അതുപോലെ ഫിനാൻഷ്യൽ അവയർനെസ്സും അല്ലെങ്കിൽ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജും കമ്പ്യൂട്ടർ നോളജും സെയിം പാറ്റേൺ തന്നെയാണ്. പിഒയുടെ സെയിം പാറ്റേൺ തന്നെയാണ് ഓഫീസ് സ്കെയിൽ 2 ജനറൽ ബാങ്കിങ് ഓഫീസറിന് വരിക. സ്പെഷ്യലിസ്റ്റ് കാഡറെ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു അഡീഷണൽ പേപ്പറും കൂടെ വരും. അത് നമ്മുടെ പ്രൊഫഷണൽ നോളജ് ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ IT ഓഫീസറിനാണ് അപ്ലൈ ചെയ്തെങ്കിൽ ആ IT ഓഫീസറിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്, നിങ്ങളുടെ ആ ഒരു പ്രൊഫഷണൽ നോളജ് എന്താണ് നിങ്ങൾ അതിൽ പഠിച്ചത്, IT ഓഫീസറിൽ കീഴിൽ പഠിച്ചത്, അത് ആ ഒരു നോളജ് പേപ്പർ ആയിരിക്കും അവിടെ ഒരു എക്സ്ട്രാ പേപ്പർ ഉണ്ടായിരിക്കുക. ഇപ്പൊ ലോ ഓഫീസർ ആണെങ്കിൽ ലോ പേപ്പർ ഉണ്ടായിരിക്കും. ഇനി മാർക്കറ്റിംഗ് ഓഫീസർ ആണെങ്കിൽ MBAയിൽ നിങ്ങൾ മാർക്കറ്റിംഗ് പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പേപ്പർ ഉണ്ടായിരിക്കും. അതാണ് പ്രൊഫഷണൽ നോളജ് പേപ്പർ. അത് മാത്രമാണ് അവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഓഫീസ് സ്കെയിൽ 3 ആണ്. 3 വരുന്ന സമയത്തും നമുക്കിവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെയാണ്. അവിടെ ഒരു 5 സെക്ഷൻസ് ഉണ്ടാവും. സെയിം സെക്ഷൻസ് തന്നെയാണ്, സെയിം മാർക്കിംഗ് ഡിവിഷനും തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ ആ ഒരു എക്സാമിന്റെ ആ ഒരു എന്താണ് ക്വസ്റ്റ്യൻ ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. ക്ലർക്ക് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള അല്ലെങ്കിൽ ഒരു ഈസി ടു മോഡറേറ്റ്, ഈസി വരില്ല, ഒരു മോഡറേറ്റ് ലെവൽ ചോദ്യങ്ങളായിരിക്കും. പിഒയുടെ മെയിൻസ് വരുമ്പോൾ ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് വരെ വരുന്ന ചോദ്യങ്ങളായിരിക്കും അവിടെ വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ക്വാളിറ്റിയിൽ മാത്രമേ അവിടെ വ്യത്യാസം വരത്തുള്ളൂ. ഓക്കെ, അപ്പോ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ടും ഇതിനകത്ത് അതായത് IBPS RRB എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. അപ്പോൾ വൺസ് നമ്മൾ നന്നായിട്ട് ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ പോസ്റ്റിംഗ് തന്നെ നമുക്ക് കേരളത്തിനകത്തായിരിക്കും കിട്ടുക. അതായത് നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണോ അവിടെ ആ ഒരു ഏരിയയിലായിരിക്കും നമുക്ക് ആദ്യത്തേത് കിട്ടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇയർ വൈസ് കഴിയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഏരിയയിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അതിന് തൊട്ടടുത്തുള്ള ബാങ്കുകളിൽ തന്നെ നമുക്ക് നിയമനം കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് വീട്ടിന് തൊട്ടടുത്ത് തന്നെ നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് IBPS RRB എന്ന് പറയുന്ന ഒരു പരീക്ഷ. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ ഇനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. കാരണം നമുക്ക് നവംബർ മാസം വരെ നമുക്ക് സമയം വരുന്നുണ്ട്. നമുക്കിതിന്റെ ഒരു എന്താണ് ഒരു ബേസിക് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് കവർ ചെയ്തെടുക്കാൻ തന്നെ ഏകദേശം ഒരു 3 to 3 months, 3 അല്ലെങ്കിൽ 3.5 months ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാക്ടീസും മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയങ്ങളാണ്. അപ്പൊ നമുക്കൊരു ഫുള്ളി നമുക്ക് സമയം കിട്ടുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് വൺസ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് 1 മാസം മുന്നെയോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടോ പഠിക്കാനിരിക്കേണ്ട കാര്യമല്ല. അതിന് മുന്നേ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതാണ്. അപ്പോൾ ബാങ്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമുക്ക് കുറച്ച് നല്ല രീതിയിൽ തന്നെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ബോഡിയും കൂടെയാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് തന്നെയാണ് ബാങ്ക് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് എന്തായാലും അവിടെ വേണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഇന്നേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എൻട്രി നിങ്ങൾക്കായിട്ടൊരു വിന്നേഴ്സ് ബാച്ച് ഒരുക്കിയിട്ടുണ്ട്. ബാങ്കിങ് ബാച്ച് ആണ്. ഇതൊരു 2 year വാലിഡിറ്റിയിൽ വരുന്ന ബാച്ച് ആണ്. ഇപ്പം നിങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 1 year വാലിഡിറ്റി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രാവശ്യത്തെ എക്സാം മാത്രം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വരുന്ന എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ വരുമ്പോഴത്തേക്ക് ഇപ്പം വൺസ് നമുക്ക് ഇപ്പൊ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം അതൊന്ന് ട്രൈ ചെയ്യണമല്ലോ. അപ്പം അത് എന്താണ് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എന്താണ് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നമ്മളത് വീണ്ടും എന്താണ് വേറെ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ വേറെ ബാച്ചും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്റെ ഒരു കാര്യം ഇവിടെ വരുന്നില്ല. ഇവിടെ ഈ ബാച്ചിന് നിങ്ങൾക്ക് 2 year വാലിഡിറ്റിയിലാണ് കിട്ടുന്നത്. അപ്പൊ വൺസ് നിങ്ങൾക്ക് ഇത് എന്താണ് ഇപ്പൊ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ 1 വർഷം കൂടെ വാലിഡിറ്റി വരുന്നത്. അതായത് ഈ വർഷത്തെ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, അടുത്ത വർഷത്തെ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ബാച്ച് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ വിന്നേഴ്സ് ബാച്ച് ആണ്. ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഈ സ്റ്റഡി പ്ലാൻ പ്രകാരമായിരിക്കും നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ പോകുന്നത്.
ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. അതും ഇപ്പോഴത്തെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാംസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന റെക്കോർഡ് ക്ലാസ്സുകളും പ്രൊവൈഡ് ആയിരിക്കും. അവിടെ ബേസിക് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ക്ലിയർ ആവുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താണ് ഒരു പ്രിലിംസ് ലെവൽ കോച്ചിങ് അല്ലെങ്കിൽ ഒരു മെയിൻസ് ലെവൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ എന്താണ് സബ്ജക്റ്റും നമ്മൾ ഈ പറയുന്ന ലൈവ് ക്ലാസ്സുകൾ ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലെക്സിബിൾ ലേണിംഗിന് വേണ്ടിയിട്ടാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇനി ലേറ്റസ്റ്റ് എക്സാം പാറ്റേൺ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ആ സിലബസ് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇനി മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ഓൾ ത്രൂ ഈ ബാച്ച് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, എക്സ്പേർട്ട് മെന്റർഷിപ്പ് സപ്പോർട്ട് ആയിരിക്കും. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് വന്നു, ചോദിക്കാൻ നിങ്ങൾക്ക് മെന്റേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ പഠിക്കണം, എന്ത് പഠിച്ചാൽ എനിക്ക് ഈ ഒരു പോർഷൻ ക്ലിയർ ആവും, ഇതൊക്കെ ഗൈഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എക്സ്പേർട്ട് മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ മോക്ക് ടെസ്റ്റുകൾ, അത് അൺലിമിറ്റഡ് മോക്ക് ടെസ്റ്റുകളും അൺലിമിറ്റഡ് PYQ ഡിസ്കഷൻസും ഒക്കെ നമ്മൾ ആ ഒരു എക്സാം പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് നമുക്ക് കോർ കോൺസെപ്റ്റ് ആണ്, അതായത് നമുക്ക് കോർ കോൺസെപ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അത് അതിന് വേണ്ടിയുള്ള മാസ്റ്ററി സെഷൻസും കാര്യങ്ങളൊക്കെ സ്പെഷ്യലി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് റെഗുലർ ആയിട്ട് വരുന്ന ഡൗട്ട് ക്ലിയറൻസ്, ക്ലിയറിംഗ് ഡെയിലി ക്വിസുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുകൂടാണ്ട് നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് 3 കോംപ്രിഹെൻസീവ് ബുക്ക് ഉണ്ടായിരിക്കും. അത് 3 വോളിയം ആയിട്ട് വരുന്ന ബുക്കും കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത്രയാണ് നമ്മുടെ വിന്നേഴ്സ് ബാച്ചിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വൺസ് നിങ്ങൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ബാച്ച് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പം കറക്റ്റ് ആയിട്ട് ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ വരുന്ന പരീക്ഷ തന്നെ നമുക്ക് എന്താണ് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ബാച്ചിനകത്ത് അവൈലബിൾ ആണ്. ഇനി അതല്ല, നിങ്ങളിപ്പോ സെൽഫ് പ്രിപ്പറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ സെൽഫ് പ്രിപ്പയറിംഗിന് വേണ്ടിയിട്ടും ബാച്ചസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ സെൽഫ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരത്തുള്ളൂ. അപ്പം റെക്കോർഡ് സെഷൻസ് മാത്രം വെച്ചിട്ട് നമ്മൾ ബാച്ചസ് അവൈലബിൾ ആണ്. ഇനി വർക്കിംഗ് പ്രൊഫഷണൽസിനുള്ള പ്രത്യേകിച്ച് ബാച്ചസ് നമുക്ക് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് തന്നെ നമുക്കിപ്പം പറയുകയാണെങ്കിൽ റിപ്പീറ്റേഴ്സ് ബാച്ച് നമ്മൾ അവൈലബിൾ ആണ്. ഇപ്പം റിപ്പീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താണ് MCQസും PYQസും മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്താൽ മതി, മെറ്റീരിയൽസ് മതി എന്നുണ്ടെങ്കിൽ അതിനുള്ള റിപ്പീറ്റേഴ്സ് ബാച്ചസ് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ഒത്തിരി ബാച്ചസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് നമുക്ക് 3 കലണ്ടർ വന്ന കാര്യം പറഞ്ഞായിരുന്നു, ബാങ്കിങ്, SSC, റെയിൽവേ. ഇത് 3നും പ്രിപ്പയർ ചെയ്ത കുട്ടികൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഓൾ ഇൻ വൺ ഫൗണ്ടേഷൻ ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഇപ്പൊ നോക്കുവാണെങ്കിൽ ബാങ്കിങ് സെഷനിലായിരുന്നാലും SSC ആയിരുന്നാലും റെയിൽവേ ആയിരുന്നാലും സെയിം കാര്യങ്ങൾ തന്നെയാണ് അവിടെ കവർ ആവുന്നത് അല്ലെ. അവിടെ ബാങ്കിങ് സെഷൻ പഠിക്കുന്നവർക്ക് ഒരു 20% GKയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ SSC ആൻഡ് റെയിൽവേ എഴുതാം. SSC ആൻഡ് റെയിൽവേ പഠിക്കുന്നവർക്ക് ഈ പറയുന്ന മാത്സ് ആൻഡ് റീസണിങ് കുറച്ച് മോഡറേറ്റ് ലെവൽ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ബാങ്കിങ് എക്സാംസ് എഴുതാം. അപ്പം ഇതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങളിൽ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ 3 സെഷൻസ് 3 എക്സാംസും പ്രിപ്പയർ ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഇൻ വൺ ഫൗണ്ടേഷൻ ബാച്ചും അവൈലബിൾ ആണ്. അപ്പം ഈ ബാച്ചസിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് എൻക്വയറി നടത്താവുന്നതാണ്. അപ്പം ഇത് നമുക്ക് ഈ വർഷം വരുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് IBPS RRB എന്ന് പറയുന്നത്. അത് മാക്സിമം പ്രിപ്പറേഷൻസ് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ അതുവരേക്കും താങ്ക് യു, ബൈ.